വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ സോയ ചങ്ക്സ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഏകദേശം 50 ഗ്രാം അളവിൽ സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയി ഇത് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് സമയത്തേക്കൊന്ന് സോക്ക് ചെയ്ത് വെച്ച ശേഷം നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കണം. 15 മിനിറ്റിന് ശേഷം ഇത് നോക്കുമ്പോഴേക്കും ഒന്ന് സെല്ല് ചെയ്ത് വന്നിട്ടുണ്ടാവും. നന്നായിട്ട് വാട്ടറൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് നന്നായിട്ട് സെല്ല് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി നന്നായിട്ട് ടാപ്പ് വാട്ടറിൽ ഇത് കഴുകിയെടുക്കണം. 2-3 വെള്ളം കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രൈ റെസിപ്പി ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഓയിൽ കുറച്ച് തയ്യാറാക്കുന്നതാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ആവാം. ഇതിപ്പോൾ ഒരു ഫ്രൈ റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓയിൽ വേറെ ചേർക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള കടുകെല്ലാം ഒന്ന് പൊട്ടിയ ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റായിട്ടൊന്നും അരച്ചിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി കൂടി എടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർക്കാൻ മറക്കണ്ട. ഈ ഒരു ഫ്രൈക്ക് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ് ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിലേക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്തൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ കടുക് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് അതിനോടൊപ്പം തന്നെ കുറച്ച് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുത്താലും പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പം ഞാൻ ഇത് രണ്ടും ഇപ്പോൾ ചേർത്തിട്ടില്ല. ചില സമയങ്ങളിലൊക്കെ ഞാൻ തയ്യാറാക്കുമ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട്. സവാളയെല്ലാം ഈ ഒരു രീതിയിലൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. മുളക് പൊടി എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞ അളവിൽ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ ഈ ഒരു പച്ചമണമെല്ലാം ഒന്ന് മാറിയ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയായിരുന്നു, അതുകൊണ്ട് പകുതിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൂടെ ചേർത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ഫോമിലാക്കി എടുക്കാം. ഇത് 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊന്ന് ആവി കയറിക്കോട്ടെ. അതിനുവേണ്ടി 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. 2-3 മിനിറ്റിന് ശേഷം ഇത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് തവി കൊണ്ട് തന്നെ നമുക്ക് ഉടച്ചു കൊടുക്കാവുന്നതാണ്. സോയ ചങ്ക്സ് ആഡ് ചെയ്ത ശേഷം നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു നല്ല പേസ്റ്റ് ഫോമിലാക്കിയ ശേഷം വേണം ഇതിലേക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ഫോമിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോയ ചങ്ക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, അത് തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ ഈ വെള്ളമെല്ലാം വറ്റിച്ച് ഇത് ഡ്രൈ ആക്കി എടുക്കണം. ഇതിൽ വെള്ളമെല്ലാം കുറച്ചൊന്ന് വറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറി മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് കിട്ടും. ഇനി ഇത് വളരെ ചെറിയ തീയിൽ തന്നെ ഇട്ട് കുറച്ചധികം നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ച് ഈ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ആക്കി. ഇത്രയുമേയുള്ള ഈ ഒരു സിമ്പിൾ റെസിപ്പി ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം വളരെ നല്ല റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.